പ്രിയപ്പെട്ടവരെയും ചാനൽ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ലോകത്താകമാനമുള്ള ക്രൈസ്തവർ ചോദിക്കുന്ന, പ്രത്യേകിച്ചും എപ്പിസ്കോപ്പൽ സഭക്കാരോട് പ്രൊട്ടസ്റ്റന്റുകാർ ചോദിക്കുന്ന പരമപ്രധാനമായ ചോദ്യവും ഉത്തരമില്ലാത്ത ഒരു ചോദ്യവുമാണ് ഇന്ന് ഞാൻ നിങ്ങളോടും പൊതുവേദിയിൽ ചോദിക്കുന്നത്. ആരാണ് മറിയ? അപ്പൊ ഇത് കേട്ടാച്ചൊന്നും മറിയ ആർക്കറിയാത്തത് അല്ല. വിശുദ്ധ ബൈബിളിൽ 5 മറിയമാരുണ്ട്. യേശുവിൻ്റെ അമ്മയായ മറിയ, ബഥാന്യയിലെ അല്ലെങ്കിൽ ലാസറിൻ്റെ പെങ്ങളായ മറിയ, മഗ്ദലക്കാരി മറിയ, ക്ലെയോപ്പാവിൻ്റെ ഭാര്യയായ മറിയ, മർക്കോസിൻ്റെ അമ്മയായ മറിയ. ഇങ്ങനെ 5 മറിയമാർ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ചിലരുടെ പേര് കേട്ടാൽ അമ്മമാര് അപ്പന്മാര് ധാരാളമുണ്ട്. ജനിച്ചപ്പം മുതൽ അമ്മയായ അന്നമ്മ, പൊന്നമ്മ, തങ്കമ്മ, പെണ്ണമ്മ, മറിയാമ്മ, അങ്ങനെ ഒത്തിരി അമ്മമാർ. ഇവർ ജനിച്ചപ്പോഴേ അമ്മയാകട്ടോ. അതുപോലെ തന്നെ അപ്പന്മാരും ഉണ്ട്. തങ്കപ്പൻ, പൊന്നപ്പൻ, ചാക്കപ്പൻ, ഇങ്ങനെ കുറെ അപ്പന്മാർ. ഇത് അവരും ജനിച്ചപ്പോഴേ അപ്പന്മാരാണോ എന്ന് ചോദിച്ചാൽ അതെ, പേരുകൊണ്ട്. അപ്പോൾ മറിയാമ്മമാർ കുറേ ഉണ്ടെങ്കിലും ഇന്ന് എടുക്കുന്ന സബ്ജക്റ്റീവായ സ്റ്റഡി മറിയ ആരാണ്, യേശുവിൻ്റെ അമ്മ മറിയെക്കുറിച്ച് തിരുവെഴുത്തിൽ പ്രകാരമുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം. അപ്പോൾ ആരാണ് മറിയ? 1, മറിയ നിത്യ കന്യകയാണോ? 2, മറിയ രക്ഷകനാണോ എന്ന് വെച്ചാൽ മനുഷ്യനെ പാപത്തിൽ നിന്നും വിടുവിക്കാൻ കഴിയുന്ന സേവ്യറാണോ? 3, മറിയ അമലോത്ഭവയാണോ? ജനിച്ചപ്പോൾ മുതൽ മരണം വരെ പാപം എന്താണെന്ന് ചിന്തിക്കാത്ത, പ്രവർത്തിക്കാത്ത ആളിനെയാണ് അമലോത്ഭവ എന്ന് പറയുന്നത്. ഈ 3 ചോദ്യം ആവർത്തിക്കുന്നു. മറിയ നിത്യകന്യകയാണോ? മറിയ രക്ഷകയാണോ? മറിയ അമലോത്ഭവയാണോ? നമുക്ക് ചരിത്രത്തിൻ്റെ ഇടവഴികളിലൂടെ നമുക്ക് പരിശോധിക്കാം. അതിൽ ഉപോത്ഘടകമായ ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. ഫാദർ സേവ്യർ കൂടപ്പുഴ എഴുതിയ പുസ്തകമാണ് പ്രധാനമായിട്ടുള്ളത്. അതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് തെളിവോടെടുക്കും. സ്കിപ്പ് ചെയ്യാതെ ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പഠിക്കേണ്ടത് ചരിത്രമാണ്. തിയോളജി ആൻഡ് ഹിസ്റ്ററി, ദൈവശാസ്ത്രത്തിൻ്റെ ചരിത്രം, ബൈബിളിൻ്റെ ചരിത്രവുമാണ് ഇഴ ചേർത്താണ് ചില കാര്യം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നത്. AD 315 അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാനസാന്തരം വരാതെ ക്രിസ്ത്യാനിയായി മാറിയതോടെയാണ് കത്തോലിക്ക സഭയുടെ ആരംഭം. AD 1-ാം നൂറ്റാണ്ടിലെ 27-ാം ആണ്ടിലാണ് യേശുക്രിസ്തുവിന്റെ കൃത്യമായ കണക്കല്ല, അക്യുറേറ്റ് ആണോ എന്ന് ആരും ചോദിച്ചു വരരുത്. എൻ്റെ റെക്കോർഡില്ല. ഉള്ള റെക്കോർഡ് ലഭ്യമായ ചരിത്രപ്രകാരം AD 1-ാം നൂറ്റാണ്ടിലെ 27-ാമത്തെ വർഷത്തിലാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. അതായത് യേശുക്രിസ്തു ജനിച്ച് മരിച്ചുയർത്തപ്പെട്ടതോടെ അതിനുശേഷം 10-ാം നാളിൽ യേശുക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ പട്ടണത്തിൽ, പ്രത്യക്ഷാൽ പറഞ്ഞിരിക്കുന്ന പട്ടണം എന്നത് യെരുശലേം എന്ന സമാധാനത്തെ പട്ടണത്തിൽ കാത്തിരിക്കാനും എൻ്റെ പിതാവ് നിങ്ങളോട് തന്നിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അതിനായി കാത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ 10 നാൾ അവർ കാത്തിരുന്നു. ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിൻ്റെ സമയമായിരുന്നവരെ 10 ദിവസം ഈ അപ്പോസ്തലന്മാരും അവരുടെ കൂടെയുള്ള എല്ലാവരുമായി 120 പേർ, അവരിൽ യേശുവിൻ്റെ അമ്മയായ മറിയ ഉൾപ്പെടെ 120 പേർ മർക്കോസിന്റെ മാളികை മുറിയിൽ അവർ ഐക്യമത്യപ്പെട്ട് കാത്തിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ അവരുടെ മേൽ വരുന്നത്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപും ഉണ്ട്, മരണത്തിന് ശേഷവും ഉണ്ട്, കർത്താവിന്റെ 2-ാം വരവിന് ശേഷവും പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ടാകും, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയും ഉണ്ടാകുമെന്ന് തിരുവെഴുത്ത് വ്യക്തമായും സ്ഫുടമായും ശക്തമായും പറയുന്നു. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. തിരുവെഴുത്ത് നിങ്ങൾക്കറിയാത്തതിന് ഞാൻ ഉത്തരവാദി അല്ല, കുറ്റക്കാരനും അല്ല. ബൈബിൾ വായിക്കുക, പഠിക്കുക, തിരുവെഴുത്തിന്റെ അന്തസത്ത തിരിച്ചറിയണം.
അതാണ് പ്രൊട്ടസ്റ്റന്റും എപ്പിസ്കോപ്പൽ സഭകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാനസാന്തരമില്ലാതെ ക്രിസ്ത്യാനിയായി തീർന്നപ്പോഴും അത് AD 315 എന്നാൽ AD 1-ാം നൂറ്റാണ്ടിലെ 27-ാമത്തെ വർഷം തന്നെ മർക്കോസിന്റെ മാളികയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ അവിടെ ഈ പറയുന്ന യേശുവിൻ്റെ അമ്മ മറിയയും ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അഗ്നി എന്ന പോലെ അവിടെ ഇറങ്ങിയപ്പോൾ അവരൊക്കെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് എഴുതിയിരിക്കുന്നത്. അത് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. മലയാളവും ഇംഗ്ലീഷും ഹീബ്രുവും ഗ്രീക്കും ഒക്കെ വായിച്ചു നോക്കുക, അവിടെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ എഴുതിയല്ല, പ്രൊട്ടസ്റ്റന്റുകാർ എഴുതിയല്ല, ഈ ബൈബിൾ നേരത്തെയുള്ളതാണ്. അപ്പോൾ ക്രൈസ്തവ സഭയുടെ ആരംഭം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പോടുകൂടെയും രണ്ടാമത് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ ലാസ്റ്റ് വാക്യങ്ങളിൽ പറയുന്ന ലാസ്റ്റ് കമ്മീഷൻ, അതായത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം ജനത്തെ പഠിപ്പിച്ച് ശിഷ്യരാക്കിയും കൊണ്ട് അവരെ സ്നാനം കഴിപ്പിച്ച് കൊണ്ട് ലോകത്തിൻ്റെ അറ്റം വരെയും എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരെയും ശിഷ്യരാക്കാൻ യേശുക്രിസ്തുവിൻ്റെ കമ്മീഷൻ ഉള്ളതാണ്. അതിൻ പ്രകാരമാണുള്ളത്. എന്നാൽ ഞാനോ അവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളെ വഴി നടത്തി നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങളെ പരിപാലിക്കുന്ന കംഫർട്ടറായി അഡ്വക്കേറ്റായി പരിപാലിക്കുക, എല്ലാ അർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ സഭയുടെ ആരംഭം AD 315 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ മരണാനന്തരം വെള്ളം തളിച്ച് സ്നാനപ്പെടുത്തിയെന്ന് ചരിത്രം പറയുമ്പോൾ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായിരിക്കെ വെള്ളത്തിലിറങ്ങി, അത് സക്കരിയാവെന്ന പുരോഹിതന്റെ മകനായ യോഹന്നാൻ നിരന്തരം സ്നാനം കഴിപ്പിച്ചത് കൊണ്ടാണ് സ്നാപക യോഹന്നാൻ എന്ന പേര് കിട്ടി. അങ്ങനെ യേശുക്രിസ്തു എന്ന ദൈവപുത്രനെ മനുഷ്യനായ യോഹന്നാൻ സ്നാനപ്പെടുത്തി. അപ്പോൾ സ്നാനവും ഉപദേശങ്ങളൊക്കെ നൽകി 1-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭ തുടങ്ങിയത് ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയല്ല എന്ന് അടിവരയിട്ട് പറയട്ടെ. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ആരംഭം ഇങ്ങനെ ആയതുകൊണ്ട് ഇവർക്ക് ക്രിസ്തുവുമായും ബൈബിളുമായി യാതൊരു ബന്ധവും ഇല്ല. കത്തോലിക്കർ ക്രൈസ്തവർ അല്ല. ഇവർക്ക് മറിയ, കൊന്ത, കുരിശ് ഇതുമായിട്ടാണ് ബന്ധം. കാതലിക് എന്നതിന് യൂണിവേഴ്സൽ എന്നാണ് അർത്ഥം. സഭ കാതോലികമാകണമെന്ന ബൈബിൾ പദത്തെ ഇവർ വികലമാക്കി മാറ്റി. ഞാനോ നിങ്ങളോട് അന്ത്യനാൾ വരെയും ഉണ്ടാകും, അതായത് നമ്മുടെ അന്ത്യം വരെയും ലോകത്തിന്റെ അന്ത്യം വരെ എന്നാണ്. അപ്പോൾ സഭ ലോകത്താകമാനം എന്ന അർത്ഥത്തിലാണ് കാതോലികം. എന്നാൽ അതൊരു സഭയുടെ പേരല്ല, വ്യക്തിയുടെ പേരല്ല, സംഘടനയുടെ പേരല്ല, മറിച്ച് കാതോലികം എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ എന്നാണ്. യെരുശലേമിൽ ആരംഭിച്ച ക്രൈസ്തവ സഭ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പത്രോസാകുന്ന പാറമേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഉപദേഷ്ടാക്കന്മാരാലും സഭ പണിയപ്പെട്ടു തുടങ്ങി. എഫേസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കുക, ബൈബിൾ എടുത്ത് പരിശോധിക്കുക. 1962 വരെ കത്തോലിക്കർക്ക് ബൈബിൾ വായിക്കാനോ വീട്ടിൽ സൂക്ഷിക്കാനോ അനുവാദം ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് ഇന്നത്തെ എപ്പിസ്കോപ്പലിലെ കുപ്പായക്കാർ ഒന്ന് അറിയുന്നത് നല്ലത്. അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റുകാർ 15-ാം നൂറ്റാണ്ട് മുതൽ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പുസ്തകങ്ങൾ എഴുതുമ്പോൾ കത്തോലിക്കരായ നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട. ആദ്യം നിങ്ങൾ തിരുവെഴുത്ത് പഠിക്കുക. ബൈബിൾ എന്താണെന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്നോ ബൈബിൾ എത്ര പുസ്തകങ്ങൾ എന്തെന്നോ എത്ര എണ്ണം ഉണ്ടെന്നോ കാനോനിക നിയമം എന്താണെന്നോ ഉപേക്ഷിക്കേണ്ടതാണ് ചേർക്കേണ്ട എന്താണെന്നോ ഒരു കത്തോലിക്കനോ ഒരു അച്ഛനോ അച്ചിക്കും കന്യാസ്ത്രീകൾക്കും അറിയാതിരിക്കെ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോകരുത്. ക്രിസ്തു പറഞ്ഞതുപോലെ സ്വന്തം കണ്ണിൽ കോലിരിക്കെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് തപ്പാൻ പോകരുത്. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട മാനസാന്തരപ്പെട്ടവരുടെ കൂട്ടത്തിനാണ് ബൈബിൾ പറയുന്ന സഭ അല്ലെങ്കിൽ ചർച്ച് എന്ന വിശേഷണം. ചർച്ച് ഓഫ് ഗോഡ്, റോമിലെ സഭ, കൊരിന്തിലെ സഭ, ബാബിലോണിലെ സഭ എന്നെല്ലാം വിശുദ്ധ ബൈബിളിൽ പല എഴുത്തുകളിൽ, എപ്പിസ്റ്റോളസ് എന്നാൽ എഴുത്തെന്നാണ്, ലേഖനം എന്നല്ല. അപ്പോൾ കത്തോലിക്കർ ഇതുവരെയും സഭ എന്ന് പറഞ്ഞിട്ടില്ല, ക്രൈസ്തവർ എന്നോ വിശേഷിപ്പിക്കാറില്ല. വീണ്ടും പറയട്ടെ, കത്തോലിക്കർ ഒരിക്കലും ക്രൈസ്തവ സഭയെന്നോ
സഭയെന്നോ അവർ വിശേഷിപ്പിക്കുന്നില്ല. മറിച്ച് കത്തോലിക്കർക്ക്, അതായത് പഴയ റോമൻ സാമ്രാജ്യത്തിന്റെ ബാക്കി പത്രമാണ് കത്തോലിക്ക സഭ അല്ലെങ്കിൽ കത്തോലിക്കർ. അതായത് കൾട്ട് സഭയാണ്. ഇതൊരു മതം മാത്രമാണ്. എഫേസ്യ ലേഖനത്തിൽ 3-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ നിങ്ങൾ വായിച്ചാൽ എന്താണ് സഭയെന്നും വിശദമാക്കിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കത്തോലിക്കർക്ക് അല്ലെങ്കിൽ പാപ്പൽ ചർച്ചിന് സ്വന്തമായി ഒരു വിശ്വാസ ആചാരം അനുഷ്ഠാനങ്ങൾ ക്രമമുണ്ട്. ഈ ക്രമപ്രകാരം നിലവിളക്ക് കത്തിക്കാനും പ്രതിമകൾ വണങ്ങാനും പ്രതിമകൾ സ്ഥാപിക്കാനും അതിനെ വണങ്ങാൻ വെനറേഷൻ നടത്താനും അവയോട് പ്രാർത്ഥിക്കാനും കുരിശും കൊന്തയും ധരിക്കാനും പ്രതിമകളെ വ്യഞ്ചരിക്കാനും സ്ത്രീകൾക്ക് ആഭരണങ്ങൾ ധരിക്കാനും ഒന്നും വിലക്കല്ല. ഫാദർ സേവ്യർ കൂടപ്പുഴയുടെ തിരുസഭാ ചരിത്രത്തിൽ അത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം, ടോപ്പിക്ക് നിങ്ങൾ മറക്കരുത്. ആരാണ് മറിയ? മറിയ എന്ന് മുതലാണ് നിത്യകന്യകയായത്? മറിയ അമലോത്ഭവയാണോ എന്നാണ് നമ്മളുടെ സബ്ജക്റ്റ്. ഞാൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. മറിയ മാറ്റർ പോപ്പിലി ഫിഡലീസി എന്ന, അതായത് ലാറ്റിൻ പദത്തിൽ വിശ്വസ്തരായ ദൈവജനത്തിന്റെ അമ്മ എന്നാണ് ഇപ്പോഴത്തെ പാപ്പ പ്രഖ്യാപനം നടത്തിയത്. പരമ്പരാഗതമായ ഭക്തി ക്രമങ്ങളോ അസംഷൻ അല്ലെങ്കിൽ ഇമ്മാക്കുലേറ്റ് എന്ന് വെച്ചാൽ പുണ്യവാളിയാക്കുക, ജീവനോടെ ഇരിക്കുന്നവരെല്ലാം മരിച്ചുപോയവരെ വിശ്വാസത്തിൽ, അതായത് ഇമ്മാക്കുലേറ്റ് എന്ന് വെച്ചാൽ ദൈവമാക്കുക എന്നും പറയാം. ക്രിസ്തുവിനെ പോലെ മറിയയും ഉയർത്തെഴുന്നേറ്റു എന്ന് പോപ്പ് കത്തോലിക്കരെ പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിയത് നൂറ്റാണ്ടുകളായി. AD 1854 പിയൂസ് മൂന്നാമൻ മാർപ്പാപ്പയാണ് മറിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചത്. അതുവരെ മറിയ ആയുടെ ആത്മാവ് എവിടെയായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. വത്തിക്കാന എന്ന ലാറ്റിൻ പദത്തിന് പൂന്തോട്ടം എന്നാണ് അർത്ഥം. അതായത് ഇറ്റലിയിലുള്ള ഒരു കൊച്ചു രാജ്യമാണ്, വളരെ ചെറിയ രാജ്യം. 52 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഒരു രാജ്യത്തിന്റെ അധിപനാണ് മാർപ്പാപ്പ. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ മറ്റ് ക്രൈസ്തവരല്ലാത്ത രാജ്യങ്ങൾ മാർപ്പാപ്പയെ ബഹുമാനിക്കുന്നത് കത്തോലിക്കരുടെ നിഷേധ്യ നേതാവ് എന്ന നിലയിലല്ല, ഒരു കൊച്ചു രാജ്യത്തിന്റെ അധിപൻ എന്ന നിലയിലാണെന്ന് നിങ്ങൾ മറക്കരുത്. അപ്പോൾ AD 1854 വരെ മറിയയുടെ ആത്മാവ് ഇങ്ങനെ, ഹൈന്ദവരുടെ വിശ്വാസപ്രകാരം പറഞ്ഞാൽ ആ ആത്മാവ് ഇങ്ങനെ എങ്ങും ചെല്ലാതെ ചുറ്റിത്തിരിയായിരുന്നു കേട്ടോ. വത്തിക്കാൻ എന്ന പൂന്തോട്ടത്തിൽ ചുറ്റിക്കറങ്ങി. അത് കണ്ടിട്ട് മനസ്സ് വിഷമിച്ച പിയൂസ് മൂന്നാമൻ മാർപ്പാപ്പ 1854 പ്രഖ്യാപനം നടത്തി മറിയയുടെ ആത്മാവിനെ നേരെ സ്വർഗത്തിലേക്ക് വിട്ടു. അതുവരെ ഈ ആത്മാവ് എവിടെയായിരുന്നു? അത് നിങ്ങൾ പറയണം. അപ്പൊ പാപം തോന്നിയ പാപ്പയാണ് അങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത്. ഇപ്പൊ പറയുന്നത് ലാറ്റിൻ ഭാഷയിലെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ചരിത്രപരമായി ഒരു പുതിയ വഴിത്തിരിവായി എന്നുവെച്ചാൽ കത്തോലിക്ക സഭയ്ക്ക് ചരിത്രപരമായൊരു വഴിത്തിരിവ് വന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, അത് 1960 വരെ കത്തോലിക്ക കുടുംബങ്ങൾക്ക് ബൈബിൾ വായിക്കാനോ വീട്ടിൽ സൂക്ഷിക്കാൻ പോലും അനുവാദമില്ലാത്തപ്പോഴാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പാപ്പന്മാർ വന്ന് പ്രഖ്യാപനങ്ങൾ നടത്തി ജനത്തെ രോമഹർഷ പുളകിതരാക്കും. എന്താണ് കാരണം എന്നറിയാമോ? ഈ പറഞ്ഞ അബദ്ധങ്ങളൊന്നും അന്വേഷിച്ചു പോയി ചരിത്രപരമായി ആരും അന്വേഷിച്ച് കണ്ടെത്താതിരിക്കാൻ വേണ്ടി പറയുന്ന പുതിയ അടവ് നയങ്ങളാണ്. അപ്പോൾ ഇവർ മറിയെ അതുകൊണ്ടാണ് എൻ്റെ ചിന്ത പറയട്ടെ, ഇങ്ങനെ ഈ നൂറ്റാണ്ടുകളുള്ള, അതായത് യേശുക്രിസ്തു ജനിച്ച് മരിച്ചതിന് ശേഷം മാത്രമല്ല, ഇത്രയും മാത്തമാറ്റീഷ്യന്മാരും അഡ്വക്കേറ്റ്മാരും മെഡിക്കൽ ഡോക്ടറും തിയോളജിയിൽ 1ഉം 2ഉം ഡോക്ടറേറ്റ് ഉള്ള കത്തോലിക്കരോട് ഞാൻ ചോദിക്കട്ടെ, ഇത്ര കൃത്യമായി ഓഗസ്റ്റ് 15-ാം തീയതിയാണ് യേശുവിൻ്റെ അമ്മയായ മറിയയുടെ ബർത്ത്ഡേ എന്ന് നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിച്ചത്? എനിക്കറിയില്ല. യേശു ക്രിസ്തു ജനിച്ചതിൻ്റെ കൃത്യമായ കണക്ക് ആർക്കും അറിയില്ലാതിരിക്കെ യേശുവിൻ്റെ അമ്മ മറിയ ഓഗസ്റ്റ് 15-നാ ജനിച്ചത് നിങ്ങൾക്ക് എവിടുന്നാ കണക്ക് കിട്ടിയത്? അതൊന്ന് തെളിയിക്കാവോ? അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ ആരംഭം
ഒക്കെ നിങ്ങൾക്ക് തെളിയിക്കാമോ? ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഗലീലിയ നിങ്ങൾ പച്ചയോടെ ചുട്ടുകൊന്നത്. എന്റെ പൊന്ന് കത്തോലിക്കരെ, ഒരു കാര്യം നിങ്ങൾ ചരിത്രം വളച്ചൊടിക്കരുത്. രാഷ്ട്രീയക്കാർ ചെയ്യാറുണ്ട്, മതങ്ങളും ചെയ്യാറുണ്ട്, കത്തോലിക്ക മതവും ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ നിങ്ങൾ പുറകോട്ടൊന്ന് നോക്ക്. കത്തോലിക്ക മതവിശ്വാസിയായിരിക്കെ പുരോഹിതന്മാരുടെ അബദ്ധങ്ങൾക്കെതിരെയാണ് വിരൽ ചൂണ്ടി ഗലീലിയോ ഭൂമി പരന്നതല്ല ഉരുണ്ടതാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ജീവനോടെ തീ കൊളുത്തി കൊന്ന ചരിത്രമുണ്ട്. ഇത് കൂടാതെ വേറെയും ചരിത്രം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റുകാരെ നിങ്ങൾ ബുദ്ധി പഠിപ്പിക്കാൻ വരണ്ട. മറിച്ച് നിങ്ങളുടെ വിശ്വാസികളെയെങ്കിലും അറ്റ്ലീസ്റ്റ് ബൈബിൾ എന്താണെന്ന് പറയുക. ഭൂമിയിൽ ആർക്കെങ്കിലും ഒരു വ്യക്തിയുടെ ആത്മാവിനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ മരിച്ചുപോയ പാപ്പാമാരുടെ ആത്മാക്കളെ നിങ്ങൾ സ്വർഗത്തിൽ എത്തിക്കുന്നില്ല? ബസ്കുർഗാന എന്ന് പറയുന്നത് ഒരു നാടകത്തിലെ ഡയലോഗാണ്. നിങ്ങൾ അതും കുറെ കാലം നൂറ്റാണ്ടുകളോളം പറഞ്ഞുകൊണ്ട് നടന്നില്ലേ? ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന്റെ ആത്മാവ് ഇവിടെ ചുറ്റിക്കറങ്ങുമ്പോൾ അത് ഈ ബസ്പുർഗാന എന്ന കുട്ടി നരകത്തെ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഇവിടുത്തെ കാർദിനാളും ബിഷപ്പുമാരും കൂദാശ ചെയ്ത് അവസാനം ആ വ്യക്തിയുടെ പേര് സഹിതം പ്രധാന കൂദാശയ്ക്ക് വേണ്ടി മാർപ്പാപ്പയുടെ അടുക്കൽ ചെന്ന് പാപ്പ അവരെ റിലീസ് ഓർഡർ കൊടുക്കുമ്പോൾ ഈ മരിച്ചുപോയവരുടെ ആത്മാക്കളെല്ലാം ബസ്പുർഗാന എന്ന കുട്ടി നരകം താണ്ടി സ്വർഗത്തിലെത്തുമെന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ മണ്ടത്തരങ്ങൾ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ നിങ്ങൾ പറയുന്ന സിദ്ധാന്തം വിശ്വസിക്കാമെങ്കിൽ ലളിതമായ ചോദ്യം ചോദിക്കട്ടെ. ദൈവം തന്നെ മഹത്വം വെടിഞ്ഞ് മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ യോസഫ് എന്ന വളർത്തപ്പൻ്റെയും മറിയയുടെ വയറ്റിൽ ജനിച്ച് മൂത്ത മകനായി ജനിച്ച് അങ്ങനെ വളർന്ന് 33.5 വർഷം വരെ ഇവിടെ സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച് ക്രൂശിൽ തൂക്കപ്പെട്ട അക്കാലത്തെ ഏറ്റവും ഹീനമായ രാഷ്ട്രീയമായ കൊലപാതകമാണ് റോമൻ ഭരണത്തിലുള്ള ക്രൂശീകരണം. ബൈബിൾ അടിസ്ഥാനത്തിൽ യഹൂദരോടും എഴുതിയിരിക്കുന്നത് കുരിശിൽ തൂങ്ങപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. അങ്ങനെ മാനരാശിയുടെ പാപത്തിന് വേണ്ടി താൻ ചെയ്യാത്ത കുറ്റത്തിന് അതെ ശാപഗ്രസ്തനായി മരിച്ച് ഉയർക്കപ്പെട്ടു എങ്കിൽ എന്തിനാ തമ്പുരാൻ ഈ പണി? സാക്ഷാൽ യേശുവിൻ്റെ അമ്മ മറിയ എന്ന അമലോത്ഭവ നിത്യകന്യകയായി നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആ മറിയത്തെ ദൂതൻ വന്ന് ഗബ്രിയേൽ ദൂതൻ വന്ന് നിനക്കൊരു സന്തതി പരിശുദ്ധാത്മാവിൽ ഉണ്ടാകുമെന്ന് പറയുന്നതിന് പകരം ആ മറിയെ അങ്ങ് അനോയിറ്റ് ചെയ്തിട്ട് അവളെ വിശുദ്ധ അമ്മയാക്കി, കർത്താവിൻ്റെ അമ്മയാക്കാതെ സാക്ഷാൽ ദൈവത്തിന്റെ മാതാവാക്കി, സഭയുടെ മാതാവാക്കി. എന്തെല്ലാം വിശേഷണമാ സഭയുടെ മാതാവ്! സഭയ്ക്ക് എങ്ങനെ മാതാവ് ഉണ്ടാകുന്നത്? അങ്ങനെയെങ്കിൽ സഭയുടെ പിതാവാരാണ്? നിങ്ങൾ തെളിയിക്കണം. യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിനാൽ സ്ഥാപിക്കപ്പെട്ട ക്രൈസ്തവ സഭയ്ക്ക് എങ്ങനെയാണ് മാതാവ്? ഇവർ പ്രസവിച്ചതാണോ? ഉത്തരം തരണം. മണ്ടത്തരം പറയുന്നതിനൊരു കണക്കില്ലേ? നിങ്ങൾ നിങ്ങളുടെ വിശ്വാസികളെ പൊട്ടന്മാരായിരുന്നവരെ പഠിപ്പിച്ചു. പൊതുസമൂഹം പൊട്ടന്മാരല്ല, മണ്ടന്മാരല്ല. സഭയ്ക്ക് മാതാവോ? അതെന്ത് വിശേഷണമാ? ദൈവത്തിന് മാതാവോ? അതെന്ത് വിശേഷണമാ? ഇത് ബൈബിൾ അടിസ്ഥാനത്തിൽ അത് ബാൽശ്രമിയാണ്, ദൈവദൂഷണം. നീ തന്നെത്താൻ ദൈവമെന്ന് വിശേഷിപ്പിച്ചത് കൊണ്ട് ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ക്രിസ്തുവിനെതിരെ യഹൂദന്മാർ കല്ലെറിഞ്ഞതെങ്കിൽ ഇന്നത്തെ കത്തോലിക്കരെ ആര് കല്ലെറിയണം? നിങ്ങൾ പറഞ്ഞ തീരുമാനം എടുക്കുക. നിങ്ങൾ തമ്മിലൊരു ഒത്തുതീർപ്പുണ്ടാക്കുക. അപ്പോൾ സഭയ്ക്ക് മാതാവില്ല. സഭയുടെ ആരംഭകൻ യേശുക്രിസ്തുവാണ്. സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥനാണ്. സഭയുടെ അടിസ്ഥാനം ഇതായിരിക്കെ വചനപ്രകാരം ജീവിക്കേണ്ടതിന് പകരം നിങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഓരോ പോപ്പുമാർ, നിങ്ങൾ പറയുന്ന വിവരക്കേടിനൊക്കെ ലോകം നിങ്ങൾക്ക് അംഗീകരിക്കണോ? ഇല്ല, കഴിയില്ല. പറയട്ടെ. അപ്പോ എനിക്ക് തോന്നുന്നത് കാര്യമായ കാര്യം പറയട്ടെ. അതുവരെ നൂറ്റാണ്ടുകളോട്
54 വരെ ഈ മറിയയുടെ ആത്മാവ് ചുറ്റിക്കറങ്ങി വന്നുകൊണ്ടായിരിക്കാം കത്തോലിക്കര് വ്യാകുല മാതാവേ എന്ന് വിളിക്കുന്നത്. കാരണം വ്യാകുലപ്പെട്ട് നൂറ്റാണ്ടുകളായിരുന്നതല്ലേ. അത് കഴിഞ്ഞിട്ടാണ് പിയൂസ് മൂന്നാമൻ പുള്ളിക്കാരി അങ്ങ് പറഞ്ഞു വിട്ടു, ആത്മാവോടെ എടുക്കപ്പെട്ടു. എന്തൊക്കെ അബദ്ധങ്ങളാ! കുറെയൊക്കെ മാന്യത വേണ്ടേ കത്തോലിക്കരെ? അപ്പോൾ ദൈവത്തിൻ്റെയും പുത്രനായ ക്രിസ്തുവിൻ്റെയും ദൂതന്മാരും അടുക്കൽ സമാധാനത്തോടെ ആയിരുന്നു. നോക്കണം, ഇത്ര കാലം ഇപ്പം കുറെ കൊല്ലമായിട്ട്, ഒരു 2 നൂറ്റാണ്ടായിട്ട് ക്രിസ്തുവിൻ്റെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഗബ്രിയേലിൻ്റെയും മീഖായേലിൻ്റെയും ദൂതന്മാരൊക്കെ ഇടയിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് ഇപ്പം ഇരിക്കുക. അതുകൊണ്ട് ഇപ്പം വ്യാകുല മാതാവ് എന്ന് വിളിക്കുന്നത് പുള്ളിക്കാരിയെ കളിയാക്കുകയല്ലേ? നിങ്ങൾക്കൊരു പുനർചിന്തന വേണം. ഇനി വ്യാകുല മാതാവില്ല. യേശു ക്രിസ്തുവിൻ്റെ അമ്മയ്ക്ക് ഒറ്റ പേരേ ഉള്ളൂ, മറിയ. മിറിയ എന്ന ഹീബ്രു പേരിൻ്റെ ഗ്രീക്ക് പരിഭാഷയാണ് മലയാളത്തിലെ മറിയ, ഇംഗ്ലീഷിൽ മേരി. അപ്പം മിറിയം ഹിബ്രു, ഗ്രീക്കിൽ നിന്നും ഇംഗ്ലീഷിൽ വന്നതാണ് മറിയ, ഇംഗ്ലീഷിൽ മേരി. അപ്പോൾ ഇത് ഇങ്ങനൊരു പേരിരിക്കെ നിങ്ങൾ 40 പേരിലായിട്ടിരിക്കുന്നത്. അത് ഞാൻ പുറകാലം മറ്റൊരു എപ്പിസോഡിൽ നൽകിത്തരാം കേട്ടോ. വ്യാകുല മാതാവ്, വേളാങ്കണ്ണിയിലെ മാതാവ്, മണർകാട്ടിലെ മാതാവ്, ഇങ്ങനെ ഫ്രാൻസിലെ ഒരു മാതാവ്, അങ്ങനെ സ്ഥലങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 40 പേരിൽ യേശുവിൻ്റെ അമ്മയ്ക്ക് പേരുണ്ട്. ഓ, എന്തൊരു കഷ്ടം, എന്തൊരു അത്ഭുതം! പാവം യോസേപ്പിന് ഒറ്റ പേരേ ഉള്ളൂ കേട്ടോ. കഷ്ടമല്ലേ? നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് ഒരിക്കലും. അത് അദ്ദേഹം ശരിയായ പിതാവല്ല, വളർത്തപ്പനാണെങ്കിൽ കുറെയൊക്കെ ബഹുമാനം വേണ്ടേ? അപ്പോൾ യേശുവിൻ്റെ അമ്മ ഒന്നേ ഉള്ളെങ്കിലും കത്തോലിക്കർക്ക് 40 പേരിലുണ്ട്. എത്ര പേരുണ്ട്? 40 പേരിൽ അറിയപ്പെടുന്ന